മനിരെ ഞാൻ ഇളമ്പഴിഞ്ഞൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമാണ്. ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ദിനങ്ങളാണ്. മതേതരത്വവും ജനാധിപത്യവും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം സുദിനങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി അഗതികൾക്കും അനാഥകൾക്കും പ്രാധാന്യം നൽകി വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദതയോടെ അവരെ മുഴുവനും ചേർത്ത് നിർത്തേണ്ടുന്ന ഒരു ദിനമാണ് നമ്മുടെ ഈദ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അക്കിരിം ജാറക്ക വലൗകാന കാഫിറ, നിൻ്റെ അയലത്ത് താമസിക്കുന്നവൻ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയും അവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പങ്കുചേരുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ വിശ്വാസിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വചനത്തിലൂടെ ലോകത്തോടായി ആഹ്വാനം ചെയ്യുകയാണ്, അയലത്ത് താമസിക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിൻ്റെ, അയൽക്കാരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് ഇതിലൂടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹത്തായ ഈ ദിനം പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന മതേതരത്വവും ജനാധിപത്യത്തിനും ഊന്നൽ നൽകുന്ന മഹത്തായ ഒരു ദിനമായി ഇത് മാറണം. ഈ സന്ദേശം ലോകത്ത് ആകമാനം എത്തണം. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവും സമാധാനവും നീതിയും ശാന്തിയും മതേതരത്വവും സഹിഷ്ണുതയുമൊക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു മഹത്തായ ദിനത്തിലൂടെയാണ് ഈ മഹത്തായ നമ്മുടെ ഈ ഈദുൽ ഫിത്തർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇളമ്പഴിഞ്ഞൂർ മുസ്ലിം ജമാഅത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള 1000 ഈദ് ആശംസകൾ അറിയിക്കുകയാണ്.